പ്രണയസാഫല്യം. രചന ആസിയ പൊന്നൂസ്. അവതരണം സാലിം കരുളായി. ദിവസങ്ങൾ കടന്നു പോകും തോറും മീരയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതെ അവളുടെ സ്വസ്ഥത പോയി. ആരോടും തുറന്നു പറയാൻ കഴിയാതെ അവൾ ഉരുകുകയായിരുന്നു. ദേഹോപദ്രവം ഇല്ലെങ്കിലും ഒരു എഗ്രിമെൻ്റിൻ്റെ പേരിൽ അവൻ്റെ കോപ്രായങ്ങൾ സഹിച്ചൊരു വാക്കുകൊണ്ട് പോലും എതിർക്കാനാവാതെ ഒരു ശവമായി ജീവിക്കുകയായിരുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി രാമെന്നോ പകലെന്നോ ഇല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂടുന്ന അവനെ അറപ്പോടെയല്ലാതെ അവൾക്ക് നോക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അപ്പോഴും അശാന്തമായ മനസ്സോടെ അവൾ അലയുകയായിരുന്നു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി 2 ദിവസം മുന്നേ ആർത്തവമെന്ന അതി അവളെ തേടിയെത്തിയപ്പോൾ അവൾക്ക് നിരാശ തോന്നിയില്ല. പകരം ഭയത്താൽ കൈകാലുകൾ വിറക്കുകയായിരുന്നു. ഒരു പാഡ് പോലും വാങ്ങാൻ തൻ്റെ കയ്യിൽ പണമില്ലെന്നും അവൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതിൻ്റെ അസ്വസ്ഥതകൾക്കൊപ്പം ഹരിയെക്കുറിച്ചുള്ള ഭയവും അവളുടെ മനസ്സിൽ നിറഞ്ഞു. അസഹനീയമായ വേദന തോന്നി അവൾ ബെഡിലേക്ക് ഇരുന്നു പോയി. ശ്രീയെ സോപ്പിട്ട് അവനുമായി ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് നില. വിവാഹം കഴിഞ്ഞതിൽ പിന്നെ അവൻ്റെ ബാങ്ക് ബാലൻസിൽ വലിയൊരു ഇടിവ് സംഭവിച്ചിരുന്നു. എങ്കിലും നില ആഗ്രഹത്തോടെ വരുമ്പോൾ നിരാശയാക്കാൻ അവൻ്റെ മനസ്സ് അനുവദിക്കാറില്ല. അവൾക്കിതൊക്കെ ചെയ്തു കൊടുക്കാൻ താനേ ഉള്ളൂന്ന ചിന്തയാണ് ശ്രീക്ക്. ഷോപ്പിംഗ് കഴിഞ്ഞ് നല്ലൊരു തുക പൊടിച്ച് തിരികെ വരുമ്പോഴാണ് വഴിയിൽ വെച്ച് അപ്രതീക്ഷിതമായി നീരജയെ അവർ കാണുന്നത്. ജോലി കഴിഞ്ഞുള്ള വരവാണ്. സാധാരണ ബസ്സിലാണ് വരാറുള്ളത്. ഇന്ന് ബസ് മിസ്സായത് കൊണ്ടാവും നടന്നു വരുന്നത്. നീരജയെ കണ്ടതും ശ്രീ കാറുതിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം നിളയും. അമ്മ എന്താ നടന്നു വന്നേ? അവൾ നീരജയുടെ അടുത്തേക്ക് ചെന്നു. ഇന്ന് സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ? എല്ലാം കഴിഞ്ഞപ്പോൾ ബസ് മിസ്സായി. 2 പേരെയും നോക്കി ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു. നീരജ് ഒരു കോളേജ് അധ്യാപികയാണ്. ആൻറ്റി കയറ്, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. ശ്രീ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ നീരജ് അത് നിരസിച്ചു. ഒടുവിൽ മരുമകൻ്റെ നിർബന്ധം കൂടിയപ്പോൾ കൂടുതൽ നിരസിക്കാൻ നിൽക്കാതെ നീരജ കാറിലേക്ക് കയറി. നിള ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ശ്രീ ഒരു ഹോട്ടലിലേക്കാണ് കാർ ഓടിച്ച് കയറ്റിയത്. വരുന്നില്ലെന്ന് പറഞ്ഞ് മടിച്ചു നിന്ന് നീരജയെ ശ്രീ നിർബന്ധിച്ച് കൂടെ കൂട്ടി. അതൊരു 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. അധികം ആളുകളൊന്നുമില്ല. അത് കണ്ടതും അവൻ ആശ്വാസത്തോടെ അവരെയും കൂടി ടേബിളിലിരുന്നു. നിളയാണ് ഫുഡ് ഓർഡർ ചെയ്തത്. നീരജയ്ക്കൊരു വല്ലായ്മ തോന്നി. ശ്രീയുടെ ഇഷ്ടങ്ങൾ കണക്കിലെടുക്കാതെ അവളുടെ ഇഷ്ടങ്ങൾക്ക് എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്ന മകളെ നീരജ് രൂക്ഷമായി നോക്കിയെങ്കിലും അവളത് കാര്യമാക്കിയില്ല. എക്സ്ക്യൂസ് മീ. പരിചിതമായ ശബ്ദം അടുത്ത് കേട്ടതും യെസ് എന്ന് പറഞ്ഞ് ശ്രീ തിരിഞ്ഞു നോക്കി. അവിടെ നിൽക്കുന്ന രാജിനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. എന്നാൽ രാജിൻ്റെ ഒപ്പം നിന്ന മഹാദേവനെ കണ്ട് നീരജ് തരിച്ചിരുന്നു പോയി. മഹാദേവൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഒരിക്കലും കാണരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു ഒളി ജീവിതം അവസാനിച്ചിരിക്കുന്നു. നീരജയെ കണ്ണുകൾ ഉയർത്തി നോക്കാനാവാത്ത വിധം മഹിയുടെ ശിരസുകൾ കുടിഞ്ഞുപോയി. ഈ കൂടിക്കാഴ്ച ഒഴിവാക്കാനും വരലക്ഷ്മിയിൽ നിന്നും മാറി നിൽക്കാനും വർഷങ്ങളോളം ബിസിനസിൻ്റെ പേരും പറഞ്ഞ് അന്യനാട്ടിൽ ജീവിച്ചിരുന്ന മഹി അച്ഛൻ്റെ മനത്തോടെയാണ് നാട്ടിലെത്തിയത്. ബിസിനസ്സും തിരക്കുമൊക്കെയായി വർഷങ്ങൾ പിന്നിട്ടിട്ടും നീരജിയുമായി കണ്ടുമുട്ടേണ്ട സാഹചര്യം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. നീരജിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അർഹതയില്ലാത്തവനാണ് താനെന്ന് അയാൾ സ്വയം വിശ്വസിച്ചു. ഓ ഗോഡ്, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. സാർ എവിടെയായിരുന്നു? ശ്രീയുടെ ശബ്ദമാണ് 2 പേർക്കും പരിസരബോധം ഉണ്ടാക്കിയത്. നിളെ, ദേ രാജ് സാറ്. അവൻ നിളക്ക് അയാളെ കാണിച്ചു കൊടുത്തു. എന്നാൽ നിള ഇതാരെന്ന മട്ടിൽ അയാളെ നോക്കി. അമ്മേ, ഇതാണ് ഡയറക്ടർ അരവിന്ദ് രാജ് സാറ്. എനിക്ക് സിനിമയിൽ പാടാൻ ആദ്യമായി അവസരം തന്നത് ഇതാണ്, അല്ലേ നിള? അവൻ നിളയെ ചേർത്ത് നിർത്തി നീരജയോട് പറഞ്ഞു. നീരജ മഹിയെ കണ്ട ഷോക്കിലായിരുന്നു നേരം. നിളയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ പിളറി നിന്നു. സോറി ശ്രീരാഗ്, മാരേജ് ഇൻവിറ്റേഷൻ എനിക്ക് കിട്ടിയിരുന്നു. പുതിയ മൂവിയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. റിസപ്ഷൻ എത്താൻ കഴിഞ്ഞില്ല. സോറി. രാജാവൻ്റെ തോളിൽ തട്ടി പറഞ്ഞതും അവനത് സാരമില്ലെന്ന് വിനയത്തോട് പറഞ്ഞു. അവനാക്കിയ ആ മനുഷ്യനോടുള്ള സ്നേഹവും ബഹുമാനവും അവൻ്റെ പ്രവൃത്തികളിൽ ഉണ്ടായിരുന്നു. നീരജ് അപ്പോഴും മഹാദേവനെ തന്നെ തുറച്ചു നോക്കിയിരിക്കുകയായിരുന്നു. മഹിക്ക് കുറ്റബോധത്താൽ തല ഉയർത്താൻ പോലും സാധിച്ചിരുന്നില്ല. അല്ല, മീര എവിടെ? കണ്ടില്ലല്ലോ. മീരയുടെ പേര് കേട്ടതും അവരുടെ മുഖം മാറി. ആ ചോദ്യത്തിൽ നിന്ന് അടിമുടി വിറച്ചു. പിടിക്കപ്പെടുമോ എന്നൊരു ഭയം അവളിൽ നിറഞ്ഞു. എന്താടോ, എന്തു പറ്റി? ശ്രീയുടെ മുഖഭാവം കണ്ട് രാജ് ചോദിച്ചു. മീരയെ എങ്ങനെ സാറിനറിയാം? അവൻ്റെ ചോദ്യം കേട്ട് അയാളുടെ നെറ്റി ചുളിഞ്ഞു. അത് കൊള്ളാം, താൻ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രാജളിയ. എൻട്രൻസിൽ നിന്നും വിശ്വനാഥ് കൈവീശി കാണിച്ചതും അയാൾ പറയാൻ വന്ന് നിർത്തി അങ്ങോട്ടേക്ക് നോക്കി. ഓക്കെ ശ്രീരാഗ്, അല്പം തിരക്കുണ്ട്. മീരയുടെ അന്വേഷണം പറയണം. അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് രാജ് മഹിക്കൊപ്പം മുന്നോട്ട് നടന്നു. അപ്പോഴും നീരജ് അയാൾ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. സാറെന്താ പറയാൻ വന്നത്? അവർ പോകുന്നത് നോക്കി ശ്രീ ചോദിച്ചു. നിലയുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. അല്ല, താനെന്താ സാറിനെ കണ്ടൊന്നും സംസാരിക്കാതിരുന്നേ? സാറും പരിചയഭാവം കാണിച്ചില്ലല്ലോ. അവൻ നിലയോട് തിരക്കി. നില എന്ത് പറയണമെന്ന് അറിയാതെ നിന്ന് വിയർത്തു. അപ്പോഴേക്കും നീരജ് ചേരിലേക്കിരുന്നു.
ആ മനസ്സിൽ നിറഞ്ഞത് രണ്ട് മുഖങ്ങളായിരുന്നു, മഹിയുടെയും അയാളുടെ മകൾ മീരയുടെയും. രണ്ട് മുഖങ്ങൾ ഓർക്കുമ്പോഴും ദേഷ്യമല്ലാതെ ഒന്നും തോന്നിയില്ല. നമുക്ക് ഇവിടുന്ന് പോകാം ശ്രീ. മറ്റൊരു ടേബിളിലിരുന്ന് രാജനും വിഷനും ഒപ്പം മഹി തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് അസ്വസ്ഥതയോടെ നീരജ പറഞ്ഞു. അമ്മേ, അമ്മയ്ക്ക് എന്ത് പറ്റി? നില വിഷയം മാറ്റിക്കൊണ്ട് തളർന്നിരിക്കുന്ന അമ്മയുടെ അടുത്തേക്കിരുന്നു. എനിക്കെന്തോ ഒരു വയ്യായിക, നമുക്ക് പോയേക്കാം. നീരജ് നെറ്റി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. ശ്രീ, അമ്മക്ക് വയ്യ, നമുക്ക് പോയേക്കാം. ഓർഡർ ക്യാൻസൽ ചെയ്യാം. നീളത്തിടുക്കം കൂട്ടി. ശ്രീ ഒന്നും പറഞ്ഞില്ല. ഓർഡർ ക്യാൻസൽ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ, മീരയും രാജസാറും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന്. ശ്രീ കൊണ്ടുവിടാമെന്ന് നിർബന്ധിച്ചെങ്കിലും അവരോട് വീട്ടിലേക്ക് മടങ്ങാനും പറഞ്ഞുകൊണ്ട് നീരജ് അവരെന്തെങ്കിലും പറയും മുന്നേ ഒരു ഓട്ടോ വിളിച്ച് അവിടെ നിന്ന് പോയി. അമ്മ പോയില്ലേ ശ്രീ, നമുക്കിനി വീട്ടിലേക്ക് പോകാം. ശ്രീയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് നില കാറിന് നേരെ നടന്നു. കാറിനടുത്ത് എത്തിയിട്ടും കയറാതെ ശ്രീ എന്തോ ചിന്തിച്ച് നിൽക്കുന്നത് കണ്ട് നില കാതി കയറി. എന്തെങ്കിലും സംശയം തോന്നിയാം അവൾക്ക് ഓർക്കാൻ കൂടി വയ്യ. എന്താ ശ്രീ, എന്ത് പറ്റി? അവൻ്റെ കൈക്കിടയിലേക്ക് നുഴഞ്ഞു കയറി അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. നിള, കൺമുന്നിൽ നിന്ന് നിന്നോടില്ലാത്ത പരിചയം രാജസാർ എങ്ങനെ അവിടെ ഇല്ലായിരുന്ന മീരയുടെ കാര്യത്തിലുണ്ടായി? മീരയെ സാറിന് പരിചയമുണ്ട്? അവൻ തുറന്നു ചോദിച്ചു. എന്താ ശ്രീ ഇത്? എൻ്റെ ചേച്ചി സാറ് അറിയാതിരിക്കോ? ഞാൻ വഴി മീര ചേച്ചി സാറിന് അറിയാം, അവൾ പറഞ്ഞു. പിന്നെ ഞാൻ മിണ്ടാതിരുന്നത്? വിവാദത്തിന് സാറ് വന്നില്ലല്ലോ, അതിൻ്റെ പരിഭവം ഞാൻ കാണിച്ചു. പിന്നെ സാറങ്ങ് പെടുന്ന് പോവുകയും ചെയ്തല്ലോ, അതുകൊണ്ട് അവൻ എന്നോട് സംസാരിക്കാഞ്ഞേ. അവൾ പറഞ്ഞത് വിശ്വാസയോഗ്യമായി അവന് തോന്നി. അതോടെ അവൻ്റെ മുഖം തെളിഞ്ഞു. അപ്പോഴാണ് അവൾക്ക് ആശ്വാസം തോന്നിയത്. ശ്രീ എന്തിനെ ഇത്ര സില്ലി മാറ്റേഴ്സൊക്കെ ഇത്ര സീരിയസ് ആക്കുന്നേ? ശ്രീ സീരിയസ് ആയ കാണാൻ ഒരു ഭംഗിയില്ല. അവൾ അവനെ നെഞ്ചോരം ചേർന്ന് നിന്നുകൊണ്ട് അവനെ കവിളിൽ തഴുകി. അതോടെ അവൻ്റെ മുഖത്ത് കുസൃതി നിറഞ്ഞു. പൊതുസ്ഥലമാണെന്ന കാര്യം മറന്ന് അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ മൂക്കിൽ മൂക്കുരുസി. ആണോ? അവൻ കുസൃതിച്ചിരിയോടെ തിരക്കി. അവൾ നാണത്തോടെ മൂളുമ്പോൾ അവനെ കൂട്ടി എത്രയും വേഗം അവിടുന്ന് പോകണമെന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. നീ എന്താ മഹി ഒന്നും പറയാത്തേ? നിന്റെ അനന്തരവരുടെ കാര്യത്തിൽ നിനക്ക് അഭിപ്രായമൊന്നുമില്ലേ? രാജിൻ്റെ ചോദ്യം കേട്ടാണ് പുറത്തേക്ക് പോകുന്ന നീരേജിയിൽ നിന്നും മഹി കണ്ണുകൾ പിൻവലിച്ചത്. ആ ഫാമിലിയെ നിനക്ക് എങ്ങനെയാ പരിചയം? നീരജയെ ചൂണ്ടി മഹി ചോദിച്ചു. എന്നാൽ മഹി ചൂണ്ടിയെടുത്തേക്ക് നോക്കി വിശ്വനാഥ് ഞെട്ടിപ്പോയി. നീരജ? അയാളുടെ ഉൾമനസ് മന്ത്രിച്ചു. ഓ അതോ, അത് മീരയുടെ അമ്മയും ഹസ്ബൻഡുമാണ്. തനിക്കറിയില്ലേ ശ്രീരാഗിനെ? ശ്രീരാഗ് സുന്ദർ. രാജ് സംശയത്തോട് ചോദിച്ചു. ആരാ മീര? ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ മഹി ചോദിച്ചു. മീരെൻ്റെ മോളുടെ ഫ്രണ്ടാ. വെറുതെ ഫ്രണ്ടെന്ന് മാത്രം പറയാൻ പറ്റില്ല. എൻ്റെ കൃതി മോൾക്ക് ഫിറ്റ്സ് വന്ന ആളില്ലാത്ത ക്ലാസ് റൂമിൽ പെട്ട് പോയപ്പോൾ ഹെൽപ്പ് ചെയ്തത് ഈ മീരയാ. എൻ്റെ മോളുടെ ഒരു പെർഫെക്റ്റ് ഫ്രണ്ട്. രാജ ചിരിച്ചു. ശ്രീരാഗിന് ഞാൻ എൻ്റെ മൂവിയിൽ ചാൻസ് കൊടുത്തത് ഈ മീര റിക്വസ്റ്റ് ചെയ്തിട്ടാണ്. രണ്ടുപേരും ഇഷ്ടത്തിലൊക്കെയായിരുന്നു. ഈ അടുത്തായിരുന്നു വിവാഹം. എനിക്കും കൃതിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഇന്നലെയല്ലേ ഇവിടെ എത്തിയത്. രാജ് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുത്തു. ആ കൂടെ ഉണ്ടായിരുന്നതാണോ മീര? മഹിക്ക് ആകാംക്ഷയായി. ഏയ് അല്ല, അത് മീരയുടെ സിസ്റ്ററാകും, രാജ് പറഞ്ഞു. നീരജയ്ക്ക് 2 പെൺമക്കൾ. അയാൾ നിറഞ്ഞ മനസ്സോടെ ഓർത്തു. ആ മക്കളെയോർത്ത് അയാൾക്കുള്ളിൽ വാത്സല്യം തോന്നി. എന്നാൽ ഇതൊക്കെ കേട്ട് വിശ്വന്റെ മുഖം വിവരണമായി. മീരയുടെ ചേച്ചിയാവുമല്ലേ അത്? വിശ്വൻ പതർച്ചയോടെ തിരക്കി. ഏയ് അല്ല വിശ്വ, അത് അനിയത്തിയാ, നിള എന്ന മറ്റോണ പേര്, രാജ് പറഞ്ഞു. അപ്പം മീര അളിയൻ്റെ മകള്, വിശ്വൻ സ്വയം പറഞ്ഞു. അയാളുടെ കണ്ണുകൾ മഹിക്ക് നേരെ നീണ്ടു. നീരജ പോയ വഴിയിലേക്ക് നോക്കിയിരിക്കുകയാണ് അയാൾ. വിശ്വന് പാവം തോന്നി. തങ്ങളുടെ സ്വാർത്ഥതയിൽപ്പെട്ട് ജീവിതം നശിച്ചു പോയ മഹിയെ ഓർക്കവേ വിശ്വന് കുറ്റബോധം തോന്നി. എല്ലാം തുറന്നു പറയണമെന്നുണ്ട്, പക്ഷെ വരലക്ഷ്മിയെ ഓർക്കുമ്പോൾ അതിന് സാധിക്കുന്നില്ല. മഹിക്കൊരു മകളുണ്ടെന്നറിഞ്ഞാൽ അത് കുടുംബത്തിൽ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കുമെന്ന് അയാൾ ചിന്തിച്ചു. വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. എന്തുപറ്റി? ഈ പെണ്ണിനെ അവരെ പറ്റി അന്വേഷിക്കുന്നേ? രാജ് 2 പേരുടായി തിരക്കി. വിഷനൊന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് മൺഡേ എൻഗേജ് ഫിക്സ് ചെയ്യാം. ദിയമോളുടെ എക്സാം കഴിഞ്ഞ് മാരേജ്, അപ്പോഴേക്കും മാർജിൻ്റെ ട്രെയിനിങ് കഴിയും. എന്താ ഓക്കെ അല്ലേ? എന്താ മഹി? വിഷനോട് പറഞ്ഞുകൊണ്ട് രാജ് മഹിയെ നോക്കി. 2 പേരും അതിനോട് യോജിച്ചു. രാജിൻ്റെ മകൻ അർജുനും വിശ്വൻ്റെയും മധുവിൻ്റെയും മകൾ ദിയയും തമ്മിലുള്ള നിശ്ചയമാണ് അവരിപ്പോൾ തീരുമാനിച്ചത്. അതൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് അവരിലേക്ക് വന്നത്. രാജ് മഹിയുടെ ക്ലോസ് ഫ്രണ്ടാണ്. ആ വഴി വന്ന പ്രപ്പോസലായിരുന്നത്. കോഫിയും കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ച് 3 പേരും പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് കണ്ട കാഴ്ചയിൽ 3 പേരും ഞെട്ടിത്തരിച്ചു പോയി.
പബ്ലിക് പ്ലേസിൽ പരസ്പരം ഗാഠമായി പുണർന്നു നിൽക്കുന്ന ശ്രീയും നിളയും. രാജനെ പോലെ ആ കാഴ്ചയിൽ വിഷ്ണുവും മരിച്ചെന്ന് തോന്നി. അവരുടെ കണ്ണിൽ ശ്രീ മീരയുടെ ഭർത്താവാണ്. ഒരു സഹോദരിയോടുള്ള പെരുമാറ്റമായി അവർക്കത് തോന്നിയതുമില്ല. മഹി തിരഞ്ഞത് നീരജിയാണ്. ഇത്രയും പ്രശസ്തനായ ഒരാൾ പബ്ലിക്കായി ഇത്തരത്തിൽ പെരുമാറുന്നതിൽ മഹിക്ക് ദേഷ്യം തോന്നി. ഒപ്പം മീര എന്ന കുട്ടിയെ ഓർത്തുള്ള സഹതാപവും. രാജന് ഇടപെടണം തോന്നി. എന്നാൽ പടികളിറങ്ങുമ്പോഴേക്കും അവർ പരസ്പരം മടന്നു മാറി കാറിലേക്ക് കയറിയിരുന്നു. രാജന് വല്ലാത്ത അരിശം തോന്നി. സ്ത്രീയെക്കുറിച്ചുള്ള തൻ്റെ ധാരണകൾ തെറ്റായി പോയെന്ന് അയാൾ ഓർത്തു. ഒപ്പം താൻ മകളെ പോലെ സ്നേഹിച്ചവളെ അവൻ ചതിക്കുന്നതിലുള്ള അരിശവും. തിരക്ക് കൊണ്ട് അവരോട് പറഞ്ഞ് രാജ അവിടെ നിന്ന് ഇറങ്ങി. സ്ത്രീ പോയ കാറ് നോക്കി വിഷ്ണുവും മഹിയും അവിടെ തന്നെ നിന്നുപോയി. കൃതി, നീ വന്നിട്ട് മീരയെ കാണാൻ പോയില്ലല്ലോ ഇതുവരെ, എന്ത് പറ്റി? കൃതി ഫോണിൽ തോണ്ടിരിക്കുമ്പോഴാണ് അമ്മ അരുണിമ അവളോട് ചോദിച്ചത്. ചോദ്യം കേട്ടപ്പോഴേ അവൾ മുഖം പൂർപ്പിച്ചിരുന്നു. വിവാഹം ക്ഷണിക്കാത്തതിൻ്റെ കലിപ്പാണ് അവൾക്ക്. മീരയോടൊപ്പം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കൃതി അതിനുശേഷം ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വിദേശത്തേക്ക് പോയിരുന്നു. പോയതല്ല, അമ്മ അരുണിമ അവൾ അവിടെ തന്നെ ചേർത്തതാണ്. പഠിക്കാൻ താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് അവൾ ഉത്സാഹിച്ചു. കോഴ്സ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി രാജ അവിടേക്ക് എത്തുന്നതും അവരെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുന്നതും. മീരയുമായി അവൾക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നുവെങ്കിലും അവിടുത്തെ തിരക്കുകൾക്കിടയിൽ ഇടയ്ക്കപ്പോഴും അതില്ലാതായി. മീരയുടെ വിവാഹം കഴിഞ്ഞെന്ന് നാട്ടിലെത്തിയപ്പോൾ രാജു പറഞ്ഞാണ് അവൾ അറിയുന്നത്. പ്രിയ സുഹൃത്തിൻ്റെ വിവാഹത്തിന് തന്നോടൊരു വാക്ക് പറയാത്തതിൻ്റെ പരിഭവവും ദേഷ്യവും അവളുടെ ഈഗോ കൂട്ടി. വന്നാലുടൻ ഓടിപ്പോയി കാണണമെന്ന് കരുതിയ മീരയെ പിന്നെ കാണണ്ട എന്ന് തന്നെ അവൾ തീരുമാനിച്ചു. അവൾ ഇങ്ങോട്ട് വന്ന് സോറി പറയട്ടെന്നാണ് അവളുടെ വാദം. നീ പോകുന്നില്ലേ കൊച്ചേ? ആരുടെയും ഒരിക്കൽ കൂടി ചോദിച്ചു. ഞാനെങ്ങും പോകുന്നില്ല. അല്ലെങ്കിൽ അവൾ എൻ്റെ ആരല്ലോത്തണ്ടല്ലേ വിവാഹത്തിന് എന്നെ ക്ഷണിക്കാഞ്ഞേ? പിന്നെ ഞാനെന്തിനാ അങ്ങോട്ട് പോയി കാണണം? അവൾ വാശിയോടെ പറഞ്ഞുകൊണ്ട് മുഖം പൂരിപ്പിച്ച് ഫോണിലേക്ക് നോക്കി. ഈ പെണ്ണ് എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അരുണിമ കിച്ചണിലേക്ക് പോയി. മുഖം പൂരിപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് പെട്ടെന്നൊരു വീഡിയോയിൽ അവൾ കണ്ണുകൾ ഉടക്കിയത്. ആ വീഡിയോയിൽ ശ്രീയും നിളയുമായിരുന്നു. റിസപ്ഷൻ ദിവസം മാധ്യമങ്ങൾ പകർത്തിയ അവിടെ ചില ക്ലിപ്പുകൾ ഫാൻസ് പേജിൽ ഏതോ ഒന്നിൽ എഡിറ്റ് ചെയ്ത് സോങ് ആഡ് ചെയ്ത് ക്യൂട്ട് കപ്പിൾ എന്ന ക്യാപ്ഷൻ കൊടുത്തിട്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അവൾ വിശ്വസിക്കാനാവാതെ പലവട്ടം ആ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കണ്ടു. വേഗം പോയി ശ്രീയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കി. അതിൽ ശ്രീയുടെയും നിളയുടെയും വിവാഹ ഫോട്ടോ കണ്ട് അവൾ ഞെട്ടിത്തരിച്ചു പോയി. ദൈവത്തിന് നന്ദി, ഏറെ വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ ഒന്നായിരിക്കുന്നു. ഇതായിരുന്നു ക്യാപ്ഷൻ. അവൾക്ക് വിശ്വസിക്കാനായില്ല. തിരക്കുകൾക്കിടയിൽ അവൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്ത അവൾ അറിഞ്ഞതുമില്ലായിരുന്നു. ശ്രീ നിളയാണ് വിവാഹം ചെയ്തത്? അപ്പോൾ മീര? അവൾക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്നെന്തോ വെളിവ് വന്ന പോലെ അവൾ വേഗം നിന്ന വേഷത്തിൽ കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് ഓടി. നിശ്ചയത്തിന് അപ്പോൾ ഇനി ദിവസങ്ങളില്ലല്ലോ മഹിയെ? രാജുമായി തീരുമാനിച്ച കാര്യങ്ങൾ എല്ലാവരോടായി പറഞ്ഞപ്പോൾ മീനാക്ഷി അമ്മ ചോദിച്ചു. ഒരാഴ്ചയില്ലമ്മേ, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളൂ, ടെൻഷൻ വേണ്ട. വിശ്വം പറഞ്ഞു. വരലക്ഷ്മിക്ക് സന്തോഷം തോന്നി. മക്കളില്ലാത്ത അവർക്ക് ധ്രുവും ദിയയും മക്കളെ പോലെയാണ്. അവരുടെ ഓരോ കാര്യത്തിലും മധുവിനേക്കാൾ സന്തോഷിക്കുന്നതും വരലക്ഷ്മിയാണ്. ദിയ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ മുറിയിലേക്ക് വലിഞ്ഞു. അവൾ ഈ ചർച്ചകൾക്കൊന്നും കൂടാറില്ല. ബാക്കി എല്ലാവരും അവിടെ തന്നെയുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ്. എന്നാൽ വിഷ്ണുവും മഹിയും വേറെന്തൊക്കെയോ ചിന്തകളിലായിരുന്നു. മധുവിനത് വേഗം പിടികിട്ടി. അച്ചമ്മ മഹിയോട് ഒരുക്കങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ വിഷൻ അസ്വസ്ഥമായ മനസ്സുമായി അവിടുന്ന് എണീറ്റ് പോയി. അത് മധുവും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മധുവും വിഷന് പിന്നാലെ എണീറ്റ് പോയി. വിഷന്റെ ഉള്ളിൽ അന്നേരം ഒരു അഗ്നിപർവ്വതം പുകയുകയായിരുന്നു. അയാളുടെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിനം തെളിഞ്ഞു. മഹിയുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് കണ്ണീരും കയ്യുമായി തനിക്കും മധുവിനും മുന്നിൽ നിന്ന് ആ പെണ്ണിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. മഹിയുടെ കുഞ്ഞിനെ താൻ ചുമക്കുന്നുണ്ടെന്നും വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്നും മഹിയെ അറിയിക്കാൻ കരഞ്ഞു പറഞ്ഞ ആ മുഖം ഇന്ന് ഹൃദയത്തെ കുത്തി നോവിക്കുന്നത് വിഷൻ അറിഞ്ഞു. അന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നീരജയെ തിരികെ അയക്കുമ്പോൾ മഹിയോടെല്ലാം മറച്ചു വെക്കുമ്പോഴും തങ്ങൾക്ക് തങ്ങളുടേതായ ന്യായങ്ങളുണ്ടായിരുന്നു. അന്ന് നീരജയെ കണ്ടില്ലെന്ന് നടിച്ച് മഹിയുടെ കുഞ്ഞിനെ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. അന്ന് സ്വന്തം ജീവിതത്തിൻ്റെ അടിത്തറയും സഹോദരിയുടെ ജീവിതവും മാത്രമേ ഭദ്രമാക്കാൻ ശ്രമിച്ചുള്ളൂ. സ്വന്തം സ്വാർത്ഥതയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമ്പോൾ മഹിയുടെ കുഞ്ഞിനെക്കുറിച്ചോ ആ കുഞ്ഞിൻ്റെ അമ്മയെക്കുറിച്ചോ ഞങ്ങൾ ചിന്തിച്ചില്ല. ഇടയ്ക്കൊരു കുറ്റബോധം തോന്നാറുണ്ട്. വീട്ടുകാരുടെ ബന്ധത്തിന് വഴങ്ങി നാണക്കേട് ഭയന്ന് ആ കുഞ്ഞിനെ അവൾ ഇല്ലാതാക്കുമെന്ന് ചിന്തിച്ചു. പക്ഷേ നീരജ് അത് ചെയ്തില്ല. മറ്റൊരു വിവാഹം ചെയ്തത് അറിഞ്ഞപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നി. ആ കുഞ്ഞിപ്പോൾ വളർന്ന് വലുതായെന്നോ അച്ഛനില്ലാതെ വളരുകയാണെന്നോ ഇന്നും ഇതുവരെ ചിന്തിച്ച് നോക്കിയിട്ടില്ല എന്നത് അയാളെ കുത്തി നോവിക്കുന്നു. അതിനപ്പുറം അയാളെ നോവിച്ചത് ശ്രീയും നിളയും ഒരുമിച്ചുണ്ടായിരുന്ന ആ കാഴ്ചയാണ്. ആരെന്തു പറഞ്ഞാലും അവൾ മഹിയുടെ ചോരയാണ്. ഈ കുടുംബത്തിലെ കുട്ടി ഇന്ന് കണ്ടത് സത്യമാണെങ്കിൽ അവളുടെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അത് കൺമുന്നിൽ കണ്ടിട്ടും കയ്യും കെട്ടി നോക്കി നിന്ന മഹിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായി പോകില്ലേ അത്?
അങ്ങനെ അങ്ങനെ ചിന്തകൾ വിഷുവിൻ്റെ സ്വസ്ഥത കളഞ്ഞു. ഒടുവിൽ തലക്ക് താങ്ങ് കൊടുത്ത് അയാൾ ബെഡിലേക്കിരുന്നു. എന്താ വിഷേട്ടാ, എന്ത് പറ്റി? മധുവിൻ്റെ സാമീപ്യം അറിഞ്ഞതും അയാൾ അവരുടെ വയറിൽ മുഖമമർത്തി അവരെ കെട്ടിപ്പിടിച്ചിരുന്നു. കുറ്റബോധം കൊണ്ടാവും അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. വിഷേട്ടാ, മധു സംശയത്തോടെ വിളിച്ചതും ഞങ്ങളിന്ന് നീരജയെ കണ്ടു മധു. മഹിയുടെ കുഞ്ഞ് ജീവനോടുണ്ട്.